നോക്കുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2012 ഓഗസ്റ്റിൽ നടന്ന കേഡറ്റ് എക്സാമിലെ കാറ്റഗറി 1 സൈക്കോളജിയിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കുക. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, അത് നിരീക്ഷിക്കുക. ഒരു കുട്ടിയുടെ വളർച്ചയുടെ ഏത് തലമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്? അപ്പോൾ ഒരു കുട്ടിയുടെ വളർച്ചയുടെ ഏത് തലമാണ് സൂചിപ്പിച്ചതെന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ചിത്രം എല്ലാവരും കണ്ടില്ലേ? ഇപ്പോൾ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ മാനസിക വളർച്ച, ഓപ്ഷൻ ബി ശാരീരിക വളർച്ച, ഓപ്ഷൻ സി വൈകാരിക വളർച്ച, ഓപ്ഷൻ ഡി മനഃചാലക വളർച്ച. അപ്പോൾ നമുക്ക് ഒരു എളുപ്പമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ചിത്രം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്ത് വളർച്ചയാണ് ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന്. എന്താണോ ആൻസർ? ഓപ്ഷൻ ബി ആണ്, ശാരീരിക വളർച്ചയാണ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. അനു 4ാം ക്ലാസ്സിൽ എല്ലാ പ്രവർത്തനങ്ങളിലും ഉത്സാഹത്തോടെ പങ്കെടുക്കുമായിരുന്നു. എന്നാൽ ക്ലാസ് കയറ്റം ലഭിച്ച് 5ാം ക്ലാസ്സിൽ എത്തിയപ്പോഴോ വളരെ മൂകമായി കാണപ്പെട്ടു. ഒന്നിലും ശ്രദ്ധയില്ല. ഈ കുട്ടിയുടെ പ്രശ്നം തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ പറ്റിയ മാർഗം. ചോദ്യം ക്ലിയർ ആയില്ലേ? അനു എന്ന കുട്ടി 4ാം ക്ലാസ്സിൽ എല്ലാ പ്രവർത്തനങ്ങളിലും ഉത്സാഹത്തോടെ പങ്കെടുക്കുന്ന ഒരു കുട്ടിയായിരുന്നു. എന്നാൽ ക്ലാസ് കയറ്റമൊക്കെ കിട്ടി 5ാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് അനു വളരെ മൂകമായി കാണപ്പെട്ടു, ഒന്നിനും ശ്രദ്ധയില്ലാതെ കാണപ്പെട്ടു. അപ്പോൾ ഈ ഒരു കുട്ടിയുടെ പ്രശ്നം തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ പറ്റിയ മാർഗം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നിരീക്ഷണം, ഓപ്ഷൻ ബി ക്രിയാഗവേഷണം, ഓപ്ഷൻ സി ഏക വ്യക്തി പഠനം, ഓപ്ഷൻ ഡി ശോധക രീതി. അപ്പോൾ ഇതിലേത് മാർഗമാണ് കുട്ടിയുടെ പ്രശ്നം തിരിച്ചറിയാൻ പരിഹരിക്കുന്നതെന്നാണ്. ഏതാണ് ആൻസർ? സി ആണ് ആൻസർ വരുന്നത്, ഏക വ്യക്തി പഠനം. ഓക്കെ, നെക്സ്റ്റ് വൺ. യുക്തിചിന്ത, അമൂർത്ത ചിന്ത ഇവ ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന വളർച്ചാഘട്ടം ഏത്? യുക്തിചിന്ത, അമൂർത്ത ചിന്ത ഇവ ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന വളർച്ചാഘട്ടം ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ എ ശൈശവം, ഓപ്ഷൻ ബി ബാല്യം, ഓപ്ഷൻ സി കൗമാരം, ഓപ്ഷൻ ഡി വാർദ്ധക്യം. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, കൗമാരം. ഓക്കെ, നെക്സ്റ്റ് വൺ. 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ പ്രത്യേകതകളിൽ പെടാത്തത്. 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ പ്രത്യേകതകളിൽ പെടാത്തത്. ഓപ്ഷൻ എ അനുകരിക്കുന്നു, ഓപ്ഷൻ ബി ശാരീരിക സന്തുലനം നേടുന്നു, ഓപ്ഷൻ സി കളിയിൽ താല്പര്യം കാണിക്കുന്നു, ഓപ്ഷൻ ഡി അമൂർത്ത ചിന്താശേഷി നേടുന്നു. അപ്പം ഇതിലേതാണ് 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ പ്രത്യേകതയിൽ പെടാത്തത് എന്നാണ്. ജസ്റ്റ് നമുക്ക് ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടും. എന്താണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, അമൂർത്ത ചിന്താശേഷി നേടുന്നു. ഇല്ല, 5 വയസ്സുള്ള ഒരു കുട്ടി അമൂർത്ത ചിന്താശേഷി നേടുന്നതല്ല. അപ്പോൾ ഇതിൽ പ്രത്യേകതയിൽ പെടാത്തത് ഏതാണ്? അമൂർത്ത ചിന്താശേഷി നേടുന്നു എന്നതാണ് പ്രത്യേകതകളിൽ പെടാത്തത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഒരു കുട്ടി തൻ്റെ ആശയപ്രകടന ശേഷി ആദ്യമായി പ്രകടിപ്പിക്കുന്നത്. ഒരു കുട്ടി തൻ്റെ ആശയപ്രകടന ശേഷി ആദ്യമായി പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കൂജന ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട്, ഓപ്ഷൻ ബി കരയുന്നതിലൂടെ, ഓപ്ഷൻ സി ചിരിക്കുന്നതിലൂടെ, ഓപ്ഷൻ ഡി ലളിതമായ വാക്കുകളിലൂടെ. അപ്പോൾ എല്ലാവർക്കും എളുപ്പമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യമായിട്ട് പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? എങ്ങനെയാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്, കരയുന്നതിലൂടെ. ഓക്കെ, നെക്സ്റ്റ് വൺ. വെളുത്ത മുയലുമായി എപ്പോഴും കൂട്ടുകൂടി കളിച്ചിരുന്ന കുട്ടി പിന്നീട് വെളുത്തത് എന്തിനെ കണ്ടാലും പേടിച്ച് പിന്മാറുന്നവളായി മാറി. ഈ സ്വഭാവത്തിന് കാരണം? വെളുത്ത മുയലുമായി എപ്പോഴും കൂട്ടുകൂടി കളിച്ചിരുന്ന കുട്ടി പിന്നീട് വെളുത്തത് എന്തിനെ കണ്ടാലും പേടിച്ച് പിന്മാറുന്നവളായി മാറി. ഈ ഒരു സ്വഭാവത്തിന് കാരണം എന്താണ്? ഓപ്ഷൻ എ അനുബന്ധനം, ഓപ്ഷൻ ബി മാനസിക വിഭ്രാന്തി, ഓപ്ഷൻ സി താതാത്മ്യകരണം പ്രയാസം, ഓപ്ഷൻ സി കളിയോടുള്ള മടുപ്പ്. ഏതാണ് ആൻസർ? ഏതാണ്? ഓപ്ഷൻ എ ആണ്, അനുബന്ധനം. നെക്സ്റ്റ് വൺ. ഒരു ചിത്രം നിരീക്ഷിക്കാനാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ചിത്രം നിരീക്ഷിച്ചില്ലേ? ഇവിടെ കുത്തുകൾ ചേർന്ന് ഒരു രൂപം ഉണ്ടാക്കുന്നുണ്ടോ? മനുഷ്യ മനസ്സിന്റെ ഏതു ഗുണമാണ് ഇവിടെ കാണിക്കുന്നത്? ഈ ഒരു കുത്തുകൾ തോന്നുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അല്ലേ, ഒരു ത്രികോണം പോലെ തോന്നുന്നുണ്ട് അല്ലേ? ഈ കുത്തുകൾ വരകൾ ഇട്ടിട്ടില്ല, പക്ഷെ എന്താണ്, ഈ കുത്തുകൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു ത്രികോണം പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ മനുഷ്യ മനസ്സിന്റെ ഏതു ഗുണമാണ് ഇവിടെ കാണിക്കുന്നതെന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഓപ്ഷൻ എ സദൃശ്യം, ഓപ്ഷൻ ബി സാമീപ്യം, ഓപ്ഷൻ സി തുടർച്ച, ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തവയെല്ലാം. ഇതിന്റെ ആൻസർ ഏതാ വരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ കൊടുത്തവയെല്ലാം. ഓക്കെ, നെക്സ്റ്റ് വൺ. ഗസ്റ്റാൾഡ് സിദ്ധാന്തത്തിലൂന്നിയ പഠനം ഏറ്റവും ഫലപ്രദമാകുന്നത് എപ്പോൾ? ഗസ്റ്റാൾഡ് സിദ്ധാന്തത്തിലൂന്നിയ പഠനം ഏറ്റവും ഫലപ്രദമാവുന്നത് എപ്പോൾ എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആവർത്തിച്ചു പഠിക്കുമ്പോൾ, ഓപ്ഷൻ ബി പ്രശ്ന പരിഹരണത്തിലൂടെ, ഓപ്ഷൻ സി ശ്രമപരാജയ രീതിയിലൂടെ, ഓപ്ഷൻ ഡി അനുബന്ധന രീതിയിലൂടെ. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്രശ്ന പരിഹരണത്തിലൂടെ. നെക്സ്റ്റ് വൺ.
പിയാഷയുടെ വളർച്ചാ ഘട്ടങ്ങളിൽ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേക കഴിവിനെ തിരിച്ചറിയുന്നതിനു വേണ്ടി തയ്യാറാക്കിയതാണ് ഈ ചിത്രങ്ങൾ. അപ്പൊ ചിത്രം ശ്രദ്ധിച്ചില്ലേ? എന്താ ചിത്രം? പിയാഷയുടെ വളർച്ചാ ഘട്ടങ്ങളിൽ കുട്ടികൾക്കുണ്ടാകുന്ന ഒരു പ്രത്യേക കഴിവിനെ തിരിച്ചറിയുന്നതിനു വേണ്ടി തയ്യാറാക്കിയതാണ് ഈ ചിത്രങ്ങൾ. അപ്പൊ ചിത്രങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ തിരിച്ചറിയുന്നത് എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പ്രത്യാവർത്തന ശേഷി, ഓപ്ഷൻ ബി തരംതിരിക്കാനുള്ള ശേഷി, ഓപ്ഷൻ സി യുക്തിചിന്ത, ഓപ്ഷൻ ഡി നിഗമന ശേഷി. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്, പ്രത്യാവർത്തന ശേഷി. ടൈപ്പ് റൈറ്റിംഗ് പഠിച്ച മിനിതയ്ക്ക് ഹൈസ്കൂളിൽ വെച്ച് കമ്പ്യൂട്ടർ പഠിക്കേണ്ടതായിട്ട് വന്നു. ഇവിടെ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ് അവൾക്ക് പെട്ടെന്ന് വഴക്കമുള്ളതായിട്ട് മാറി. ഇതിന് കാരണം എന്താണ്? ക്വസ്റ്റ്യന് ടൈപ്പ് റൈറ്റിംഗ് പഠിച്ച വിനിതയ്ക്ക് ഹൈസ്കൂളിൽ വെച്ച് കമ്പ്യൂട്ടർ പഠിക്കേണ്ടതായിട്ട് വന്നു. ഇവിടെ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ് അവൾക്ക് പെട്ടെന്ന് വഴക്കമുള്ളതായിട്ട് മാറിയതിന് കാരണം എന്താണെന്നാണ്. ഓപ്ഷൻ എ പഠനാന്തരണം, ഓപ്ഷൻ ബി കീബോർഡിലെ നിരന്തര പരിശീലനം, ഓപ്ഷൻ സി വിനിതയുടെ താല്പര്യം, ഓപ്ഷൻ ഡി കീബോർഡിൻ്റെ ലാളിത്യം. എന്താണ് ആൻസർ വരുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, പഠനാന്തരണമാണ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. നാം എപ്പോഴാണോ പ്രശ്നങ്ങളെ നേരിടുന്നത് അപ്പോൾ മാത്രമാണ് ചിന്തിക്കുന്നത്. ഈ പ്രസ്താവന ആരുടേതാണ്? പ്രസ്താവന ക്ലിയർ ആയോ? നാം എപ്പോഴാണോ പ്രശ്നങ്ങളെ നേരിടുന്നത് അപ്പോൾ മാത്രമാണ് ചിന്തിക്കുന്നത്. ഈ പ്രസ്താവന ആരുടേതാണ്? ഓപ്ഷൻ എ പെസ്റ്റലോസി, ഓപ്ഷൻ ബി മറിയ മോണ്ടിസോറി, ഓപ്ഷൻ സി ജോൺ ഡൂയി, ഓപ്ഷൻ ഡി റൂസോ. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ജോൺ ഡൂയി. ഓക്കെ, നെക്സ്റ്റ് വൺ. സ്കൂൾ സ്റ്റോറിൽ നിന്നോ ഒരേ തരത്തിലുള്ള 50 നോട്ട് പുസ്തകങ്ങൾ പെട്ടെന്ന് എണ്ണിയെടുക്കാൻ പ്രതിഭയോട് ടീച്ചർ പറഞ്ഞു. പ്രതിഭ ആദ്യം 10 എണ്ണം പെട്ടെന്ന് എണ്ണിയെടുത്തു. തുടർന്ന് അതേ ഉയരത്തിലുള്ള 4 കെട്ടുകൾ പെട്ടെന്നെടുത്ത് 50 പുസ്തകങ്ങൾ പൂർത്തിയാക്കി. പ്രതിഭ ഇവിടെ പ്രകടിപ്പിച്ചത് എന്താണ്? ഓപ്ഷൻ എ ദൃശ്യസ്തരപര ബുദ്ധി, ഓപ്ഷൻ ബി യുക്തിപരവും ഗണിതപരവുമായ ബുദ്ധി, ഓപ്ഷൻ സി വ്യക്താന്തര ബുദ്ധി, ഓപ്ഷൻ ഡി പ്രകൃതിപര ബുദ്ധി. അപ്പം ഇതിലേത് ബുദ്ധിയാണ് ഇവിടെ പ്രതിഭ പ്രകടിപ്പിച്ചതെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ ആണ്, സ്തരപര ബുദ്ധി. ഓക്കെ, നെക്സ്റ്റ് വൺ. CTA എന്നീ ഇംഗ്ലീഷ് അക്ഷരങ്ങളെ പുനഃക്രമീകരിച്ച് ഒരു ജീവിയുടെ നാമമാക്കാമോ എന്ന ചോദ്യത്തിന് മിക്ക കുട്ടികളും ഉത്തരം കണ്ടെത്തി. ഈ ഒരു ടെസ്റ്റ് കുട്ടികളുടെ ഏത് കഴിവിനെയാണ് അളക്കുന്നത്? ചോദ്യം ക്ലിയർ ആയില്ലേ? CTA എന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങളെ പുനഃക്രമീകരിച്ച് ഒരു ജീവിയുടെ നാമമാക്കാമോ എന്ന ചോദ്യത്തിന് മിക്ക കുട്ടികളും ഉത്തരം കണ്ടെത്തി. ഈ ടെസ്റ്റ് കുട്ടികളുടെ ഏത് കഴിവിനെയാണ് അളക്കുന്നത്? ഓപ്ഷൻ എ ജീവികളെക്കുറിച്ചുള്ള ധാരണ, ഓപ്ഷൻ ബി കുട്ടികളുടെ ഭാഷാപരമായ കഴിവുകൾ, ഓപ്ഷൻ സി കുട്ടികളുടെ പ്രവർത്തന താല്പര്യം, ഓപ്ഷൻ ഡി കുട്ടികളുടെ കളികളിലുള്ള താല്പര്യം. എന്താണ് ആൻസർ വരുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്, കുട്ടികളുടെ ഭാഷാപരമായ കഴിവുകൾ. ഓക്കെ, നെക്സ്റ്റ് വൺ. സ്കൂളിൽ വിവിധ കായികക്ഷമതാ പ്രവർത്തനങ്ങൾ നടത്തിയ ദീപ ടീച്ചർ കുട്ടികൾക്ക് നേരിട്ട് ABC ഗ്രേഡുകൾ നൽകി. ഇത്തരം ഗ്രേഡിംഗ് രീതിയാണ് ഡാഷ്. ഏതാണ്? ഓപ്ഷൻ എ ആബ്സല്യൂട്ട് ഗ്രേഡിംഗ്, ഓപ്ഷൻ ബി ഡയറക്റ്റ് ഗ്രേഡിംഗ്, ഓപ്ഷൻ സി പോയിന്റ് ഗ്രേഡിംഗ്, ഓപ്ഷൻ ഡി റിലേറ്റീവ് ഗ്രേഡിംഗ്. ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡയറക്റ്റ് ഗ്രേഡിംഗ്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളിൽ നിന്ന് ഫ്രോയിഡ് മനുഷ്യ മനസ്സിന്റെ 3 തലങ്ങളെ ശരിയായ രീതിയിൽ ചിത്രീകരിച്ചത് ഏതെന്ന് കണ്ടെത്തുക. അപ്പോൾ ഇവിടെ 4 ചിത്രങ്ങളുണ്ട്. ഇതിൽ ഫ്രോയിഡിന്റെ മനുഷ്യ മനസ്സിന്റെ 3 തലങ്ങളെ ശരിയായ രീതിയിൽ ചിത്രീകരിച്ചത് ഏതെന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആയില്ല? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് നോക്കിയത്. അപ്പോൾ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. ഇതുപോലെ നെക്സ്റ്റ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.